സ്മാർട്ടായിട്ടുള്ള വ്യക്തിയാവാൻ എന്ത് ചെയ്യണം? നമുക്ക് എല്ലാവർക്കും സ്മാർട്ടായിരിക്കണം അല്ലേ? ഹൗ ടു ബിക്കം സ്മാർട്ട്. ചില സമയത്ത് നമുക്ക് കുറച്ചൊരു മടി ഉണ്ടാവാം, അല്ലെ എന്താ ചെയ്യണ്ടേ എന്നുള്ളത് അറിയില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് സ്മാർട്ടായിരിക്കണേന്. നമുക്കറിയാം നമ്മളെല്ലാവരും സ്മാർട്ടാണെന്നല്ലേ. നമ്മളെല്ലാവരും ബോൺ സ്റ്റാർസാണ്. നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയണല്ലേ. അങ്ങനെയാണ് നമ്മൾ സ്മാർട്ടായിരിക്കണേ നമ്മൾ സ്വയം വിശ്വസിക്കണം നമ്മൾ സ്മാർട്ട് ആണെന്ന്. സ്മാർട്ട് എന്നത് കൂടുതൽ അറിവുള്ളവൻ എന്നതിലുപരി നല്ല ചിന്താശേഷിയും ശരിയായ തീരുമാനമെടുക്കാനുള്ള കഴിവും നല്ല ആശയവിനിമയവും തുടർച്ചയായി പഠിക്കാനുള്ള മനോഭാവവുമാണ്. ശരിയല്ലേ? നമുക്ക് നന്നായി ചിന്തിച്ച് കാര്യങ്ങൾ പ്രവർത്തിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ള ആളെയാണ് സ്മാർട്ടായിട്ടുള്ള ആളെന്ന് പറയാം. അപ്പം അതിനൊരു ഫസ്റ്റ് കാര്യം വേണ്ടത് അറിവ് നേടുക എന്നുള്ളതാണ്. ദിവസവും വായിക്കുക. കുറഞ്ഞത് 20 തൊട്ട് 30 മിനിറ്റ് വരെ പുസ്തകങ്ങൾ വായിക്കുക. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സൈക്കോളജി പുസ്തകങ്ങളാവാം, ശാസ്ത്ര പുസ്തകങ്ങളാവാം, ചരിത്രം, ആരോഗ്യം, സാമ്പത്തികം തുടങ്ങിയ വിഷയങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് വായിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മളുടെ ഏതാണ് ടോപ്പിക്ക് വേണ്ടത്, നമുക്ക് ഏതിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്, നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിലാണ് കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ അങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. ഇനി സ്മാർട്ടാവാനുള്ള രണ്ടാമത്തെ കാര്യം, ദിവസവും പുതിയൊരു കാര്യം പഠിക്കുക. പുതിയൊരു വാക്ക് പഠിക്കുക, പുതിയ കഴിവ് അഭ്യസിക്കുക. എന്തുകൊണ്ട് വൈ എന്നുള്ള ചോദ്യം ശീലിക്കുന്നത് വളർത്തുക. വൈ ഇറ്റ് ഹാപ്പൻസ്. ഇന്നിപ്പോൾ ചാന്ദ്രദിനമാണ്. അപ്പോൾ ഇന്ന് എന്താണ് പ്രത്യേകത? ഇപ്പോൾ ജൂലൈ 21. ഇന്നത്തെ പ്രത്യേകത എന്താണ്? അതറിയാൻ ശ്രമിക്കുക. പുതിയ പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കുക. പുതിയ ആളുകളിലേക്ക് നന്മ പകർത്താൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, നല്ല ചോദ്യങ്ങൾ ചോദിക്കുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിന് മറ്റൊരു കാരണമുണ്ടാകുമോ? ഇതിൻ്റെ തെളിവ് എന്താണ്? അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വിഷയങ്ങളോട് ബന്ധപ്പെട്ട് കൊടുക്കുന്നതായിരിക്കാം. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഒരു ക്യൂരിയോസിറ്റി വളർത്താൻ ശ്രമിക്കുക. നാലാമത്തെ കാര്യം, ശരീരവും മനസ്സും ആരോഗ്യമാക്കുക. നല്ല ഹെൽത്തി ബോഡിയിലാണ് നല്ല ഹെൽത്തി ചിന്തകൾ ഉണ്ടാവുക എന്ന് പറയല്ലേ. അപ്പോൾ എപ്പോഴും ശരീരത്തിനും മനസ്സിനും നല്ല ആരോഗ്യമുള്ളതാക്കാൻ ശ്രമിക്കണം. ദിവസം 30 മിനിറ്റ് നടത്തത്തിന് വേണ്ടി മാറ്റിവെക്കുക. പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുക. 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം, നല്ല ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കുക. നമ്മൾ കൂടുതൽ ലിസണിങ് പവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ലിസണിങ് എന്നുള്ളത് നല്ലൊരു കഴിവാണ്. വ്യക്തമായും വിനയത്തോടു കൂടിയും സംസാരിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായം മാനിക്കുക. ഇനി ആറാമത്തെ കാര്യം, സമയത്തെ വിലമതിക്കുക. സമയം എന്ന് പറഞ്ഞാൽ പ്രഷ്യസ് ആണ്. ടൈം ഈസ് പ്രഷ്യസ് കേട്ടിട്ടില്ലേ? നിങ്ങൾ എനിക്ക് വേണ്ടി ചിലവാക്കുന്ന ഓരോ സമയവും പ്രഷ്യസ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും പ്രഷ്യസ് ആണ്. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ തീരുമാനിക്കുക. എന്ത് കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ദിവസം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക, പ്രയോറിറ്റി കൊടുക്കുക. ഇതാണ് ഇന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തിന് മുൻഗണന കൊടുക്കുക. പണം കൈകാര്യം ചെയ്യാൻ പഠിക്കുക. പലപ്പോഴും മനുഷ്യർക്ക് അറിയാത്ത കാര്യം പൈസ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ ഒരു ഏർണിംഗ് മെമ്പർ ആയിരിക്കാം ഫാമിലിയിൽ, പക്ഷെ നമുക്ക് പൈസ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കില്ല അല്ലേ. അപ്പോൾ പൈസ കൈകാര്യം സ്വയം കൈകാര്യം ചെയ്യാൻ പഠിക്കുക. വരുമാനവും ചെലവും രേഖപ്പെടുത്തുക. എത്ര ഇൻകം ഉണ്ട്, എത്ര അതുപോലെ ഒരു ദിവസത്തെ ചെലവുണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തി വയ്ക്കുക. സമ്പാദ്യത്തിൻ്റെ ശീലം വളർത്തുക. സാമ്പത്തിക അറിവ് വർദ്ധിപ്പിക്കുക. സേവിങ്സ്, എങ്ങനെയൊക്കെ എനിക്ക് സേവ് ചെയ്യാൻ പറ്റും, എത്ര വരുമാനമുണ്ട്, ഏതൊക്കെ തരത്തിൽ എനിക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഫിനാൻഷ്യൽ അവെയർനെസ് ഉണ്ടാക്കി എടുക്കണം നമ്മൾ. സാമ്പത്തിക അറിവ് വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക. പരാജയങ്ങൾ ഒരിക്കലും ഭയക്കരുത്. ഓരോ തെറ്റും പുതിയ പാഠമാണ്. ഓരോ കാര്യങ്ങളും നമുക്ക് പുതിയ പാഠങ്ങളാണ് തരുന്നത് അല്ലേ. ദിവസവും ചെയ്യാവുന്ന 5 കാര്യങ്ങൾ: 20 മിനിറ്റ് വായിക്കുക, ഒരു പുതിയ കാര്യം പഠിക്കുക, ഒരു ചെറിയ ലക്ഷ്യം പൂർത്തിയാക്കുക. അതുപോലെ തന്നെ 30 മിനിറ്റ് നടക്കുക. രാത്രി 5 മിനിറ്റ് ആ ദിവസം എന്താണ് പഠിച്ചതെന്ന് ചിന്തിക്കുക.
ഇനി ഓർക്കേണ്ട ഒരു കാര്യം, സ്മാർട്ട് ആളുകൾ എല്ലാം അറിയുന്നവരല്ല. ദിവസം എന്തെങ്കിലും പുതിയത് പഠിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സ്മാർട്ട്. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ.